എന്താണ് ഇതിലെ സത്യാവസ്ഥ? പഞ്ചസാര ഒഴിവാക്കുന്നത് നമുക്ക് നല്ലതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഗ്രീൻ ടീയും ക്യാൻസർ സെല്ലിനെ കൊല്ലുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ആദീസ് ന്യൂട്രിക്കവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ഭക്ഷണവും ക്യാൻസറും. നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് ആർക്കും ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാധനവും പ്രായലിംഗ ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. രുചിയിലോ അളവിലോ ഒക്കെ വ്യത്യാസമുള്ളതെന്നതിലുപരി നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണവും ക്യാൻസറും കൂടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില മിഥ്യാധാരണകളെയാണ് നമ്മൾ ഇന്നിവിടെ പൊളിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ആദ്യത്തെ ആളാണ് പഞ്ചസാര. പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത് സത്യമാണോ? പഞ്ചസാര നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടാകുമോ? അപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഞ്ചസാര ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെല്ലാം തന്നെ ഒഴിവായി പോകുന്നു പറയുന്നു. ഇതിന്റെ ഇങ്ങനെ പറയാനുള്ളതിൽ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, ക്യാൻസർ കോശങ്ങൾ വളരെ പെട്ടെന്ന് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യും. അതിന്റെ പേരാണ് വാർബർഗ് എഫക്റ്റ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ കോശങ്ങളിലേക്ക്, അതായത് നമ്മുടെ പേശികൾക്കും നമ്മുടെ ബ്രെയിനിനും മറ്റ് എല്ലാ കോശങ്ങൾക്കും ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ലെവൽ, അതായത് ഷുഗർ വേണം, അല്ലെ? പഞ്ചസാര വേണം. പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഇത് വേണം. ഇത് നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങും. മാൽ ന്യൂട്രീഷൻ സംഭവിക്കും. അതായത് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിച്ചിട്ട് നമ്മുടെ പോഷകാഹാര കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. രണ്ടാമതായിട്ട് കാക്കെക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ഷുഗർ കട്ട് ഡയറ്റ് ഒക്കെ എടുക്കുന്നവര് പഞ്ചസാര മാത്രം ഒഴിവാക്കുന്നവർ, അതായത് നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന പാക്കറ്റ് പഞ്ചസാരയുടെ കാര്യമല്ല പറയുന്നത്. പാക്കറ്റ് പഞ്ചസാര അല്ലാതെ മൊത്തം ഗ്ലൂക്കോസ് ഒഴിവാക്കാണ്. അതായത് അരിയില്ല, ഗോതമ്പില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് അവർക്ക് സിവിയർ മസിൽ ലോസ് സംഭവിക്കുന്നുണ്ട്. ഈ സിവിയർ മസിൽ ലോസ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു അവസ്ഥയാണ്. ഈ കാക്കെക്സിയ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഫറ്റീഗ് ആവാം, ക്ഷീണം വരാം, നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. നമ്മുടെ സ്കിന്നിലും പല്ലിലും എല്ലിനും ഒക്കെ അത് ബാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ശരീരത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഡെയിലി, നമ്മുടെ ജോലിയിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. എന്താണ് ഇതിലെ സത്യാവസ്ഥ? പഞ്ചസാര ഒഴിവാക്കുന്നത് നമുക്ക് നല്ലതാണ്. അന്നജത്തിൽ നിന്നും കിട്ടുന്ന ഈ ഒരു ഗ്ലൂക്കോസ് നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒഴിവാക്കിയാൽ ക്യാൻസർ കുറയുമോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെയാണ്. അതായത് ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏത്, അവയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ? ബ്രൗൺ റൈസ്, ഓട്സ്, നമ്മുടെ പയറ് വർഗ്ഗങ്ങള്, പഴങ്ങൾ എന്ന് പറയുമ്പോൾ മൊത്തമായിട്ടുള്ള ഹോൾ ഫ്രൂട്ട്സ് വയലിട്ട് ചവച്ചരച്ച് കഴിക്കുക, ജ്യൂസിനൊക്കെ പകരമായിട്ട്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയ അളവിലായിരിക്കും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ളതായിരിക്കും. അത് ഈ പറഞ്ഞ ക്യാൻസർ ആയിക്കോട്ടെ, ഓവർ വെയിറ്റ് ആയിക്കോട്ടെ, ഒബീസിറ്റി പോലെയുള്ള അവസ്ഥകൾക്കും ഡയബറ്റീസ് പോലെയുള്ള അവസ്ഥകൾക്കും എല്ലാം നല്ലതാണ്. സോ നമ്മൾ പറഞ്ഞു വന്നത്, ഷുഗർ ചൂസ് ചെയ്യുന്ന സമയത്ത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചിലത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണം? പ്രധാനമായിട്ടും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണത്തിൽ പെടുന്നതാണ് റിഫൈൻഡ് ഫുഡ്. അതായത് ഞാൻ മുൻപ് പൊറോട്ടയുടെയും ബീഫിന്റെയും ഒക്കെ കോംബോ വീഡിയോ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യമാണ് റിഫൈൻഡ് ഫ്ലോർ അഥവാ മൈദ കൊണ്ടുള്ള എല്ലാ ഫുഡ് പ്രോഡക്ട്സ്, അത് പൊറോട്ട മാത്രമല്ല, ബണ്ണ്, ബ്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് നമുക്ക് വീറ്റിന്റെ പ്രോഡക്ട്സ് എടുക്കാം. വീറ്റ്, ഗോതമ്പിന്റെ ബ്രെഡ്, റാഗിയുടെ ബ്രെഡൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് റാഗിയോ മറ്റു മില്ലറ്റ്സിന്റെ ഒക്കെ ബ്രെഡോ അല്ലെങ്കിൽ മറ്റു ഫുഡ് പ്രോഡക്ട്സ് എടുക്കുമ്പോൾ അവയെല്ലാം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. നമ്മുടെ ശരീരത്തിൽ അവയ്ക്ക് ഗുണം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ മൈദയുടെ ഒപ്പം വരുന്ന ആൾക്കാരാണ് കാർബണേറ്റഡ് ബിവറേജസ്, അതായത് ചെറിയ ബോട്ടിലുകളിൽ വരുന്ന ഹൈ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ബിവറേജസുകൾ, 7up, സ്പ്രൈറ്റ്, പെപ്സി പോലെയുള്ള സാധനങ്ങൾ തന്നെ. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ബേക്കറി ഐറ്റംസ്, ഇത് ഈ മൈദയും അതേപോലെ തന്നെ റിഫൈൻഡ് പഞ്ചസാരയും ആയിരിക്കും കൂടുതലായിട്ടും ഈ ബേക്കറി ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇപ്പൊ ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും ജ്യൂസുകൾ വരുന്നുണ്ട്, പൾപ്പുകൾ വരുന്നുണ്ട്, സിറപ്സ്, ഫ്രൂട്ട് സിറപ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെ നമ്മൾ വാങ്ങി വെക്കുന്ന കുറേയധികം പ്രോഡക്ട്സ് ഉണ്ട്. അതിന്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം ഷുഗർ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ ഷുഗർ എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ലെവലിനെ അമിതമായിട്ട്
റൈസ് ചെയ്യുകയും അതുവഴി നമ്മൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, ഈ ക്യാൻസർ കോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ഈ ഷുഗർ അബ്സോർബ് ചെയ്ത് അത് കൂടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ ഷുഗറും ക്യാൻസറും തമ്മിലുള്ള ബന്ധം ഇതാണ്. സോ നാളെ തൊട്ട് ആരും ശർക്കര ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചോറൊന്നും ഉപയോഗിക്കുന്നില്ല, ഓട്സ് ഉപയോഗിക്കുന്നില്ല, ഗോതമ്പ് ഉപയോഗിക്കുന്നില്ല എന്നൊന്നും തീരുമാനമെടുക്കരുത്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കാം എന്നൊന്നും ആരും തീരുമാനം എടുക്കരുത്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ഡെത്ത് ആയ ഒരു ന്യൂസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വെജിറ്റേറിയൻ ആയിക്കോളൂ, നിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ വരില്ല. ഈ ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ഡീറ്റോക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ക്യാൻസർ കോശങ്ങളെല്ലാം പുറന്തള്ളപ്പെടും എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ചെടികളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതായത് പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഒക്കെ ഫൈറ്റോ കെമിക്കൽസും ആന്റി ഓക്സിഡൻസും അതേപോലെ തന്നെ നാരുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവ നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിക്കുന്ന സമയത്ത് ഈ ഒരു അസുഖം വന്ന് ട്രീറ്റ്മെന്റിലുള്ളവരാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് മൗത്ത് സോഴ്സ് ഒക്കെ ഉണ്ടാവും, വായിനുള്ളിൽ ചെറിയ ചെറിയ സോറുകൾ ഉണ്ടാവാം, അതേപോലെ അനോറെക്സിയ ഉണ്ടാവാം, കാരണം ഭക്ഷണത്തോടുള്ള ഒരു വിരക്തി ഉണ്ടാവാം, അതേപോലെ ടേസ്റ്റ്, അവർക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്നും അറിയണമെന്നില്ല. ഇത് വളരെ കുറവ് പ്രതിരോധ ശേഷിയായിരിക്കും ഈ ഒരു അവസ്ഥയിലുള്ളവർക്കുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളവര് ഈ റോ ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും അല്ലെങ്കിൽ നാര് മാത്രം കഴിക്കുന്ന സമയത്ത് അവർക്ക് ദഹന പ്രക്രിയക്ക് കുഴപ്പം വരാം, ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാം. വേവിക്കാത്ത പച്ചക്കറിയും പഴങ്ങളും ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദഹനം ശരിയാകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ബ്ലോട്ടിംഗ് അനുഭവപ്പെടാം. ക്യാൻസർ വന്നിട്ടുള്ള ആളാണെങ്കിൽ ന്യൂട്രോപീനിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. സോ എങ്ങനെയും അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ബാക്ടീരിയകളൊന്നും ഇല്ലാത്ത, വൈറസ് ഒന്നും ഇല്ലാത്ത വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും എന്നുള്ളത് വളരെയധികം തെറ്റായിട്ടൊരു ഇൻഫർമേഷൻ ആണ്. പഴങ്ങളും പച്ചക്കറികളും നമ്മൾക്ക് വേണം, വെൽ കുക്ക്ഡ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റെല്ലാ ന്യൂട്രിയൻസും വേണം. ക്യാൻസർ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ ലോസ് ഒക്കെ ഉണ്ടാവാം, നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ വരാം. അപ്പൊ നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് വേണം. നന്നായി കുക്ക് ചെയ്ത് പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഫുഡും പച്ചക്ക് എടുക്കാതെ ഇരിക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇതാണ് പച്ചക്കറികളും ക്യാൻസറും തമ്മിലുള്ള ബന്ധം. മൂന്നാമതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മൈക്രോവേവ് അവൻ യൂസ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ക്യാൻസർ കൂടുതലായിട്ട് വരാം. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഈ മൈക്രോവേവ് അവണിൽ നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആണ് ഉള്ളത്. അതൊരിക്കലും ഭക്ഷണത്തിനുള്ളിൽ ഒരു റേഡിയേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്സിൻസ് ഉണ്ടാവുകയോ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. എവിടെയാണ് ഈ ഒരു സംഭവം, ഈ ഒരു റേഡിയേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മൾ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് ലീച്ചിങ് സംഭവിച്ചിട്ട് അവിടെ നമുക്ക് ക്യാൻസർ ഉണ്ടാവാം. ഫുഡ് ഗ്രേഡ് അല്ലാത്ത പ്ലാസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. ഈ ലോ ക്വാളിറ്റി കണ്ടെയ്നേഴ്സിന് പകരമായിട്ട് നമുക്ക് BPA ഫ്രീ കണ്ടെയ്നർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസിന്റെ കണ്ടെയ്നേഴ്സ് ഒക്കെ മൈക്രോവേവ് അവനിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അതിലെ ന്യൂട്രിയൻസ് എല്ലാം പോകും. പ്രത്യേകിച്ച് അവൻ യൂസ് ചെയ്ത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിലെ ന്യൂട്രിയൻസ് ഒക്കെ പോകും. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ ചില ആന്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് അതൊന്നും കൂടി എൻറിച്ച് ആവുന്നത്. എസ്പെഷ്യലി ബീറ്റാ കരോട്ടിൻ ഒക്കെ നമ്മുടെ ഫുഡിൽ ഒന്നും കൂടി എൻറിച്ച് ആവുന്നത് അതൊന്ന് ചൂടാക്കുമ്പോഴാണ്. അതായത് ആവിയിൽ വേവിക്കുകയോ ചൂടാക്കുകയോ ചെയ്യുമ്പോൾ ആ ന്യൂട്രിയൻസ് ഒന്നും കൂടെ എൻറിച്ച് ആവുകയാണ് ചെയ്യുന്നത്. സോ മൈക്രോവേവ് അവൻ യൂസ് ചെയ്ത് ആർക്കും തന്നെ ക്യാൻസർ ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മിത്ത്. നാലാമതായിട്ട്, നിങ്ങൾ വേറെ ഒന്നും കഴിക്കേണ്ട, ഈ 4 ഭക്ഷണം കഴിച്ചാൽ മതി, ക്യാൻസർ ഒഴിവാകും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഗ്രീൻ ടീയും ക്യാൻസർ സെല്ലിനെ കൊല്ലുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഈ 3 ഭക്ഷണത്തിൽ ഫൈറ്റോ കെമിക്കൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞളിലെ കുർക്യുമിൻ എന്ന് പറഞ്ഞ കണ്ടന്റും വെളുത്തുള്ളിയിലെ അലിസിനും അതേപോലെ ഗ്രീൻ ടീയിലെ EGCGയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ നമ്മുടെ കോശങ്ങളിലെ ഓക്സിഡേഷൻ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ക്യാൻസർ തടയണം, അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരാൾക്ക് ഇത് തടയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് തന്നെ ആവണം. അതിപ്പോ കീമോതെറാപ്പി ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും സർജറി ആണെങ്കിലും അത് ചെയ്ത് തന്നെ ആവണം. ഇവയ്ക്കൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റും. കാരണം ഇതിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാതെ ഇരിക്കാനും അതേപോലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയുന്നതായിട്ട് കാണാം. സോ അത് കൺട്രോൾ ചെയ്യാനോ ഇമ്മ്യൂണിറ്റി നമ്മളെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ ട്യൂമർ ഗ്രോത്തിന് ഞാൻ പറഞ്ഞ ഗ്രീൻ ടീയിലെ EGCGക്കൊക്കെ
ട്യൂമർ ഗ്രോത്തിനെ തടയാനായിട്ടൊക്കെ സാധിക്കും. ഇവയെല്ലാം സഹായിക്കുമെങ്കിലും നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുത്തു തന്നെ ആവണം. ഈ ഒരു ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പറ്റില്ല. സോ ഇതാണ് നമ്മുടെ 4ാമത്തെ മിത്ത്. 5ാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഓർഗാനിക് ഭക്ഷണങ്ങൾ. ഓർഗാനിക് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവില്ല. ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നല്ലേ? ഓർഗാനിക് ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പെസ്റ്റിസൈഡ്സിനോടുള്ള ആ ഒരു എക്സ്പോഷർ കുറയ്ക്കും. അതായത് ഓർഗാനിക് എന്ന് പറയുമ്പോൾ തന്നെ കീടനാശിനി ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണമാണല്ലോ. അപ്പോൾ ഇവ കഴിക്കുന്നത് കൊണ്ട് പെസ്റ്റിസൈഡ്സിനോടുള്ള എക്സ്പോഷർ കുറയും. പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞ അവസ്ഥ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതേപോലെ നമ്മുടെ ജെനറ്റിക്സും നമ്മുടെ എൻവയോൺമെന്റും ഇവയെല്ലാം കരുതിയിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. സോ നമ്മൾ ഓർഗാനിക്കായിട്ട് കഴിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ഈ ഒരു അസുഖം വരാതിരിക്കണം എന്നില്ല. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു ഭക്ഷണം കഴിക്കാം. അതേസമയം ഓർഗാനിക്കായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ അല്ല നമുക്കെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അസുഖം നമുക്ക് ഉണ്ടാവാം. അതിന് പകരമായിട്ട് നമ്മൾ നോൺ ഓർഗാനിക് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും വാങ്ങി നന്നായി കഴുകി നന്നായി സാനിറ്റൈസ് ചെയ്ത് ഒരു വെൽ ബാലൻസ്ഡ് ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബെറ്റർ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓർഗാനിക് ഫുഡ്സ് മാത്രം കഴിച്ചുകൊണ്ട് ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഓർഗാനിക് ഫുഡ് എടുത്ത് ഒരു വെൽ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മറ്റ് അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പഞ്ചസാര ഒഴിവാക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊഴുപ്പെല്ലാം ഒഴിവാക്കണം. കൊഴുപ്പൊന്നും കഴിക്കാനായിട്ട് പാടില്ല. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്നും എടുക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം നമ്മുടെ സെൽ റിപ്പയറിനും അതേപോലെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞു വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാവാം. അപ്പോൾ എല്ലാം നമുക്ക് ഹെൽത്തി ഫാറ്റ് വേണം. അതായത് അവക്കാഡോ, ഒലിവ് ഓയിൽ, നട്ട്സ് ഇവയെല്ലാം നമുക്ക് വേണ്ടതാണ് ഈ ഒരു ടൈമിൽ. നല്ല കൊഴുപ്പ് വേണം. കാരണം ഞാൻ മുൻപ് പറഞ്ഞ കാക്കക്സിയ വെയിറ്റ് ലോസ്, സിവിയർ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാലറി ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഏത് ഫുഡ് എടുത്തുകൂടാ, ഏത് കൊഴുപ്പാണ് നമ്മൾ എടുക്കരുതാത്തത്? ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ഡീപ് ഫ്രൈ, അതായത് ഓയിൽ ഒരുപാട് നേരം ഓൾറെഡി റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ കുറേ നേരം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൽ ക്യാൻസർ കോസിങ് ഏജൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ അങ്ങനത്തെ കൊഴുപ്പുകൾ എടുക്കരുത്. അതേപോലെ തന്നെ ഡീപ് ഫ്രൈഡ് ഫുഡ് എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ട്രാൻസ് ഫാറ്റുകൾ എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ മിറാക്കിൾ ഫുഡോ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ കൊണ്ട് മാത്രമോ നമുക്ക് ക്യാൻസർ എന്നുള്ള അവസ്ഥയെ പൊരുതി ജയിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാനും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനും ഭക്ഷണത്തിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡയറ്റിൽ കളർഫുൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, അതും കുക്ക് ചെയ്തതിന് ശേഷം. അതേപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്യുക, ലീൻ പ്രോട്ടീനും അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റും എടുക്കുക. ഇതിന്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ഉറക്കം കിട്ടാനായിട്ട് നല്ല ഉറക്കം, അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. 3ാമതായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യുക. 4ാമതായിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആക്റ്റീവായിട്ട് ഓടുകയോ നടക്കുകയോ എന്നുള്ളതല്ല, നമുക്ക് ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടാവണം നമ്മുടെ ശരീരത്തിൽ. സോ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥയെ മാത്രമല്ല, ഈ 5 കാര്യങ്ങൾ ഒരു നോർമൽ ആള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അവസ്ഥ മാത്രമല്ല മറ്റു പല രോഗാവസ്ഥകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ക്യാൻസർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പെട്ടെന്നുള്ള റിക്കവറിയും അതേപോലെ ഹീലിംഗും ഒക്കെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുൻപ് പറഞ്ഞു ഡയറ്റ് ഇല്ല എന്ന് പറഞ്ഞത് അതിന്റെ പ്രധാന കാരണം ക്യാൻസർ എന്നുള്ള അസുഖത്തിന് പൊതുവായിട്ട് ഈ ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കൂ, ഇത് മാത്രമേ കഴിക്കാവൂ അങ്ങനെയല്ല. മറിച്ച് മുൻപ് ഞാൻ വെയിറ്റ് ലോസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ ആൾക്കും ഓരോ നീഡാണ്. അതായത് ഒരു ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് അയാളുടെ നീഡ് അനുസരിച്ചിട്ട് ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കാരണം അവരുടെ വെയിറ്റും അവരുടെ ആക്ടിവിറ്റിയും ഏത് ഗ്രേഡ് ആണെന്നുള്ളത് നോക്കി, അവർ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നോക്കിയിട്ട് അവരുടെ നീഡ്സ് നോക്കിയിട്ട് നമുക്ക് ഡയറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്നുള്ള റിക്കവറി ഉണ്ടാവാം. ഭക്ഷണത്തിനെ കുറിച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു മാജിക്കൽ അല്ല, ഒരു മായാജാലമല്ല. ഇന്ന് കഴിക്കുന്നത് കൊണ്ട് നാളെ നിങ്ങൾക്ക് ഈ അസുഖം മാറും അങ്ങനെയല്ല. മറിച്ച് നമ്മള് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ
മറിച്ച് നമ്മൾ ആ ഒരു റുട്ടീൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ മാജിക്കൽ റിസൾട്ട് കാണിക്കാനായിട്ട് ഭക്ഷണത്തിന് പറ്റും. പക്ഷെ നമ്മൾ ഏത് ഭക്ഷണം ചൂസ് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ ആ ഒരു പവർ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആയി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്